ഇന്നെന്തായാലും സംസ്ഥാനത്തെ ആദ്യഘട്ട ജനവിധി നല്ല പ്രതികരണം എല്ലാ മേഖലയിലും, കാരണം പ്രതികൂലമായ സാഹചര്യങ്ങളെ പോലും കണക്കിലെടുക്കാതെ തെക്കൻ കേരളത്തിൽ നല്ല പ്രതികരണം വോട്ടർമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. പല അടിയൊഴുക്കുകൾ ഒരുപക്ഷെ ഓരോ ജില്ലയിലും, പ്രത്യേകിച്ചും തെക്കൻ കേരളത്തിലടക്കം എല്ലാ ജില്ലകളിലും അടിയൊഴുക്കുകൾ നിരവധിയുണ്ട്. പ്രാദേശിക ഘടകങ്ങളടക്കം ചർച്ച ചെയ്യപ്പെട്ട തിരഞ്ഞെടുപ്പ്, പക്ഷേ അതിൻ്റെ ഗതിയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് വലിയ തോതിൽ വോട്ടർമാരെ ചിന്തിപ്പിക്കുന്ന തരത്തിലേക്ക് പല കേരളത്തിലെ അല്ലെങ്കിൽ വിഷയങ്ങളും, പല അഴിമതി വിഷയങ്ങളടക്കം ഉണ്ടായ സാഹചര്യങ്ങൾ, ഇതൊക്കെ എന്തായാലും നിർണായകമാകുന്ന ഒരു ഘട്ടമാണ്. വോട്ടർമാർ ആ രീതിയിൽ തന്നെ എന്തായാലും ജനവിധി രേഖപ്പെടുത്തുകയും ചെയ്യും. നിങ്ങളുടെ ഒരു പ്രതീക്ഷ അനുസരിച്ച്, കാരണം ഈ വടക്കൻ എന്തായാലും മലബാർ മേഖലയിൽ എന്തായാലും 4 സുപ്രധാന ജില്ലകളാണ്, കണ്ണൂരടക്കമുണ്ട്. ഇതൊക്കെ തന്നെ പൊതുവെ വിലയിരുത്തുമ്പോൾ CPM ഉൾപ്പെടുന്ന LDFിൻ്റെ പ്രതീക്ഷ, ആളുകൾ തിരക്കൊഴിയട്ടെ എന്നിട്ട് വരാമെന്നൊക്കെ പറയുന്ന ഒരു സ്ഥിതിയിൽ നിന്നും ഈ തെരഞ്ഞെടുപ്പിൽ മാറ്റമുണ്ട്. പറയാതെ തന്നെ ആളുകൾ തയ്യാറായി വരുന്നൊരു സ്ഥിതിയുണ്ട്. ഇതൊരു ഫീൽഡിലെ ഫാക്റ്റാണ്. ഇത് ചൂണ്ടിക്കാണിക്കുന്നത് വോട്ടർമാർക്കിടയിൽ നല്ലൊരു അടിയൊഴുക്ക് പൊതുവെ ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളതാണ്. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തീർച്ചയായിട്ടും അനുകൂലമാണ്. ഞങ്ങളുടെ ഉറച്ച വോട്ടർമാരിൽ ഉള്ള ഈ ഒരു അമിത താല്പര്യം ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കുന്നു. അതിൽ പല കാരണങ്ങളുണ്ട്. തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞിട്ടുള്ള പല കാരണങ്ങളുണ്ട്. അധികാര വികേന്ദ്രീകരണത്തോടുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സമീപനം, അഴിമതി, ജനവിരുദ്ധ നയങ്ങൾ, പിന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാടുകൾ, മതനിരപേക്ഷത. ഇത് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാനപ്പെട്ട വിഷയമായി മാറുന്നു എന്ന് ഫീൽഡ് ഫാക്റ്റ് ഞങ്ങളെ ബോധ്യപ്പെടുത്തുന്നു. സർക്കാർ സ്പോൺസേഡ് പ്രോഗ്രാമുകളായി വർഗീയ ധ്രുവീകരണ ശ്രമങ്ങൾ നടക്കുമ്പോൾ പേരിന് മതേതരത്വം പറയുന്ന കോൺഗ്രസ് മൗനം പാലിക്കുന്നു. അവിടെയാണ് ഇടതുപക്ഷത്തിൻ്റെ പ്രാധാന്യം, പ്രസക്തി ജനം ആഗ്രഹിക്കുന്നു. ഇന്നലെ വരെ പല കാരണത്താൽ അടുക്കാൻ മടിച്ചവർ ഉൾപ്പെടെ ഇടതുപക്ഷം ശക്തിപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നു. ഇങ്ങനെയുള്ള വലിയൊരു ട്രെൻഡ് ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ തന്നെ കാണാൻ വേണ്ടി സാധിക്കുന്നത് കേരളത്തിൽ ആകെയുള്ള ട്രെൻഡാണ്. ഞാനൊന്ന് ഇടപെട്ടുകൊള്ളട്ടെ ശ്രീ മുഹമ്മദ് റിയാസ്, ഒന്ന് ഇടപെട്ടുകൊള്ളട്ടെ. കാരണം ഇവിടെ ഈ ചർച്ചയിൽ എന്തായാലും ചർച്ച കടന്നുപോയ ഘട്ടം നമ്മളെന്തായാലും ദേശീയ രാഷ്ട്രീയത്തിലെ ഘടകങ്ങൾ പരിശോധിക്കുകയായിരുന്നു. ഒരുപക്ഷെ താങ്കൾ പറയുന്ന മതേതരത്വത്തോടുള്ള വെല്ലുവിളികൾ സംബന്ധിച്ച്, കാരണം ഷാരൂഖ് ഖാൻ്റെ അടക്കം ഇന്ന് പ്രതികരണങ്ങൾ വന്നിരിക്കുന്നു. കാരണം രാജ്യം ഏറ്റവും വലിയ അരക്ഷിതാവസ്ഥയിലേക്ക് കടന്നു പോകുന്ന ഒരു ഘട്ടം. എന്തായാലും തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന ഇന്നത്തെ ദിവസമായിട്ട് കൂടി അതിൻ്റെ തെളിവുകൾ ദേശീയ തലത്തിൽ പ്രകടമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ഇന്നിപ്പോൾ നമ്മുടെ ചർച്ചയിലുള്ള വളരെ പ്രമുഖനായ കേരളത്തിൽ എല്ലാവരും കാണുന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ കുഞ്ഞിക്കണ്ണൻ, അദ്ദേഹം ജന്മഭൂമിയുടെ റെസിഡന്റ് എഡിറ്ററാണ്. എല്ലാ ഘടകങ്ങളും അദ്ദേഹം പരിശോധിക്കുന്ന ഒരു വ്യക്തിയുമാണ്. അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു കാര്യം, അവിടെ നിങ്ങൾ ഉയർത്തിവിടുന്ന അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഒന്നിലേക്ക് മാത്രം കേന്ദ്രീകരിക്കപ്പെടുന്നു, ദേശീയ വിഷയത്തെ ഒതുക്കുന്നു. അത് മതനിരപേക്ഷ എന്ന ഘടകം മുന്നോട്ട് വയ്ക്കുന്നത് പൊള്ളയാണ്. അതിൻ്റെ സ്പന്ദനങ്ങൾ നിങ്ങൾ കണക്ക് കൂട്ടുന്നത് പോലെ കേരളത്തിൽ പ്രതിഫലിക്കില്ല. പ്രത്യേകിച്ച് അദ്ദേഹം എടുത്തു പറഞ്ഞത് തിരുവനന്തപുരം പോലെയുള്ള മേഖലകളിൽ ഒരു വലിയ തിരിച്ചടിയിലേക്ക് ഇടതുപക്ഷം പോകും. അവിടെ ഈ പറയുന്ന കോർപ്പറേഷൻ അടക്കം പിടിച്ചെടുക്കാവുന്ന ഒരു ശക്തിയിലേക്ക് പോകുന്ന ഒരു ഘട്ടം, അതിൻ്റെ തെളിവുകൾ അവർ നേരിട്ട് അനുഭവിച്ചിട്ടുണ്ട്. മലബാറിലേക്ക് വന്നാൽ മലബാറിലെ പല കുത്തക CPMൻ്റെ സീറ്റുകളും അല്ലെങ്കിൽ മേഖലകളും പിടിച്ചെടുക്കാനുള്ള വ്യക്തമായ പദ്ധതി RSSൻ്റെ നേതൃത്വത്തിൽ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും അതിൻ്റെയൊക്കെ തന്നെ പ്രതിഫലനം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും. കാസർഗോഡ് അവർ മുന്നോട്ട് വയ്ക്കുന്ന വലിയ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു മേഖലയാണ്. അവിടെയൊക്കെ കഴിഞ്ഞ ഗ്രേസ് പോയിന്റ് പരിശോധിച്ചാൽ 2010 നിന്നും വലിയ മുന്നേറ്റത്തിലേക്ക് വരും എന്ന വ്യക്തമായ കാര്യമാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഈ ചർച്ചയിൽ കൂടിയുണ്ട്. അത് മുഖവിലേക്ക് എടുത്താൽ ആ വാദഗതിയോട് എങ്ങനെ യോജിക്കുന്നു താങ്കൾ? ഞാൻ ചർച്ച കേട്ടിട്ടില്ല, ഞാൻ ഇപ്പോഴാണ് എത്തിയിട്ടുള്ളത്. അധികം നേരം ഇരിക്കാനും പറ്റില്ല, വീണ്ടും ഇതിൻ്റെ പ്രവർത്തന രംഗത്തേക്ക് പോകേണ്ടതുണ്ട്. പൊതുവേ ഞാൻ പറഞ്ഞുതരാം, നിരവധി വിഷയങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാണ്. ഇത് പറഞ്ഞതുകൊണ്ട് ഞാൻ വിശദമാക്കുകയാണ്. അധികാര വികേന്ദ്രീകരണത്തോട് കോൺഗ്രസിൻ്റെ സമീപനം. ഇപ്പോൾ 84-ൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് റദ്ദാക്കി 3 കൊല്ലം ഉദ്യോഗസ്ഥ ഭരണം ഏർപ്പെടുത്തി. ഇപ്പോൾ ഇത് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിന് കാരണം എന്താണ് ഞാൻ പറഞ്ഞുതരേണ്ടതില്ല. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തി. ജില്ലാ കൗൺസിൽ 987 സഖാവ് VK നായനാരുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കൊണ്ടുവന്ന ജില്ലാ കൗൺസിൽ 91-ൽ വന്ന ശ്രീ K കരുണാകരൻ്റെ ഗവൺമെൻറ്, UDF ഗവൺമെൻറ് പിരിച്ചുവിട്ടു. 96-ൽ ഇടതുപക്ഷ സർക്കാർ കൊണ്ടുവന്ന ലോകത്തിന് മാതൃകയായ അധികാരം ജനങ്ങളിലേക്ക് എന്ന സങ്കല്പത്തിന് അഭിമാനിക്കാവുന്ന ജനകീയ ആസൂത്രണ പദ്ധതി 2001-ൽ വന്ന ശ്രീ AK ആൻ്റണിയുടെ നേതൃത്വത്തിലുള്ള UDF ഗവൺമെൻറ് അത് തകർത്ത് തരിപ്പണാക്കാൻ ശ്രമിച്ചു. പിന്നെ VS നയിച്ച 2006-ലെ ഗവൺമെൻറ്റാണ് അത് തിരിച്ചു കൊണ്ടുവന്നത്. അപ്പം അധികാര വികേന്ദ്രീകരണത്തോട് കോൺഗ്രസിന് എന്നും ഒരു അലർജി ആയിരുന്നു. BJP ആണെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമല്ല. ശ്രീ നരേന്ദ്രമോദി അധികാര കേന്ദ്രീകരണം നടത്തുന്നു, എല്ലാം പ്രധാനമന്ത്രിയിലേക്ക്.
നീതി ആയോഗ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അപ്പോൾ അധികാര വികേന്ദ്രീകരണം, പ്രാദേശിക വികസനം ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാന വോട്ടിങ്ങിനെ സ്വാധീനിക്കുന്ന ഒരു വിഷയം ഇടതുപക്ഷത്തിന് അനുകൂലമാണ്. രണ്ടാമത്തത്, രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടില്ല എന്ന് BJP പറയുന്നത് മനസ്സിലാക്കാം. ദേശീയ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടില്ല എന്ന് കോൺഗ്രസ് അത് പറയുകയാണ്. എന്തിനെ അത് ഭയക്കുന്നു? എനിക്ക് ഓർമ്മയുണ്ട്, ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഗൾഫ് യുദ്ധ സമയമായിരുന്നു. സദ്ദാം ഹുസൈൻ്റെ വിഷയം ഉൾപ്പെടെ അന്ന് സഖാവ് EMS ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ നേതാക്കന്മാർ പ്രചരണത്തിന് ഉപയോഗിച്ചപ്പോൾ അന്ന് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ദിനപത്രം ജില്ലാ കൗൺസിൽ എന്ന പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ എന്ത് ഗൾഫ് യുദ്ധം എന്ന് പരിഹസിച്ചവർ തന്നെ ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണിക്കഴിഞ്ഞ് ഇടതുപക്ഷം തൂത്തുവാരിയപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ വിജയത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് കേരളത്തിലെ പ്രബുദ്ധരായ വോട്ടർമാർ ലോകത്ത് നടക്കുന്ന മാറ്റങ്ങൾ ഉൾപ്പെടെ വോട്ടിങ്ങിൽ സ്വാധീനിച്ചു എന്ന് അതേ ദിനപത്രം പിന്നെ എഴുതി. ഐക്യ ജനാധിപത്യ മുന്നണി പിന്നെ വിലയിരുത്തി. അപ്പോൾ കേരളത്തിലെ ഒരു വോട്ടറോട് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ റോഡ്, ഓവ്, ചാല്, വികസനം മാത്രമേ നിങ്ങൾ ചിന്തിക്കാവൂ എന്ന് പറയുന്നതിൽ ഒരു ഫാസിസം ഇല്ലേ എന്നുള്ള ചോദ്യം വരികയാണ്. റോഡിലൂടെ ഒരു പിന്നോക്ക വിഭാഗക്കാരന് യാത്ര ചെയ്യാൻ പറ്റാത്ത ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ സംഭവങ്ങൾ ഇവിടെ റോഡ് ഉണ്ടായിട്ട് എന്ത് കാര്യം? റോഡ് മാത്രമല്ല പ്രശ്നമെന്ന് ജനം ചിന്തിച്ചാൽ തെറ്റ് പറയാൻ വേണ്ടി പറ്റുമോ? മതനിരപേക്ഷതയ്ക്ക് വേണ്ടി തൂലിക ചലിപ്പിക്കുന്ന എഴുത്തുകാരോട് എഴുത്ത് വേണോ കഴുത്ത് വേണോ എന്ന് ചോദിക്കുമ്പോൾ കഴുത്ത് പോയാലും എഴുത്ത് മതി എന്ന് പറയുന്ന കുലവർഗി, ബൻസാരെ, ദാബോൽക്കർ രക്തസാക്ഷിത്വത്തെ ഓർത്തുകൊണ്ട് പോരാട്ടം നടത്തുന്ന എഴുത്തുകാരുടെ വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടില്ലേ? പ്രസക്തമായ ചോദ്യമാണ്. താങ്കളിലേക്ക് എത്താം ശ്രീ കുഞ്ഞിക്കണ്ണൻ. അതിന് മറുപടി, താങ്കൾ നേരത്തെ വിയോജിപ്പോടുകൂടി തള്ളിക്കളഞ്ഞ, പൂർണ്ണമായും തള്ളിക്കളഞ്ഞ കാര്യങ്ങളായിരുന്നു. കാരണം ഇത്രയും എഴുത്തുകാർ, ഇത്രയും സാഹിത്യകാരന്മാർ, ഇത്രയും കലാകായിക രംഗത്തെ ആളുകൾ ഒക്കെ തന്നെ മുന്നോട്ട് വയ്ക്കുന്ന, പ്രകടമാക്കുന്ന ഈ പ്രതിഷേധങ്ങളെ എന്തുകൊണ്ട് ഇങ്ങനെ കണ്ണടച്ചിരുട്ടാക്കുന്നു? അതിന് മറുപടി പോലും അല്ലെങ്കിൽ അർഹിക്കുന്ന, പ്രത്യക്ഷത്തിലും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറയേണ്ട ഒരു വരി പോലും എഴുതാതെ പ്രധാനമന്ത്രിയുടെ ഈ ഒരു മൗനം. പ്രധാനമന്ത്രി മറുപടി പറയേണ്ടതിനൊക്കെ മറുപടി പറയുന്നുണ്ട്, മറ്റ് മന്ത്രിമാർ പറയേണ്ടതിനൊക്കെ മറ്റ് മന്ത്രിമാരും പറയുന്നുണ്ട്. എല്ലാം മോഡിയിൽ കേന്ദ്രീകരിക്കുന്നു എന്നുള്ളത് രാഷ്ട്രീയ ആരോപണം മാത്രമാണ്. ഇപ്പോൾ റിയാസ് പറഞ്ഞു ചില കാര്യങ്ങൾ. ഇപ്പം 91 കാര്യം പറഞ്ഞു. 91 സദ്ദാം ഹുസൈൻ്റെ കാര്യം പറഞ്ഞാലാണ് ഇവിടെ വികാരമിളക്കി വിട്ട് വോട്ട് നേടാൻ സാധിക്കുക എന്നുള്ള കണക്കുകൂട്ടൽ അന്നുണ്ടായിരുന്നു. അത് ചെയ്തു, അതിൻ്റെ ഫലം കിട്ടി ജില്ലാ കൗൺസിൽ തിരഞ്ഞെടുപ്പിൽ. ഇപ്പോൾ ഒരുപാട് ഘടകങ്ങൾ ഇടതുപക്ഷം ജയിക്കണം എന്നുള്ള രീതിയിൽ ഒരുപാട് മേഖലകളിൽ നിന്നും ഉയർന്നു വരുന്നു, സഹകരിക്കാൻ ആൾക്കാർ മുന്നോട്ട് വരുന്നു എന്നൊക്കെ റിയാസ് ഇവിടെ പറഞ്ഞു. ശരിയാണ്, ചില മേഖലകളിൽ ആൾക്കാർ കൂട്ടം കൂട്ടമായിട്ട് വരുന്നു. ഞങ്ങളെ രക്ഷിക്കാൻ നിങ്ങളേ ഉള്ളൂ എന്നുള്ളൊരു തോന്നൽ, അല്ലെങ്കിൽ നിങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളേ ഉള്ളൂ എന്നുള്ളൊരു തോന്നലുണ്ടാക്കി പണ്ട് മൂഷികം പറഞ്ഞതുപോലെ ലോകാവസാനം വരുന്നു, ജീവനിൽ കൊതിയുള്ള ആൾക്കാരൊക്കെ എൻ്റെ ചുറ്റും വളഞ്ഞോളിൻ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ്. അതാണിപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്കാർ വരുന്നു, SDPI വരുന്നു. ചില മലപ്പുറം ജില്ലയിൽ ആരാ സഖ്യകക്ഷി? കോൺഗ്രസ്, പിന്നെ CPM സഖ്യകക്ഷി ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയാണ്. താനൂർ നഗരസഭ, അവിടെ CPM ചിഹ്നത്തിൽ ഒരാൾ പോലും മത്സരിക്കുന്നില്ല. ഇതൊക്കെ ഈ വികാരം ഇവിടെ രക്ഷയില്ല എന്നുള്ളൊരു പ്രതീതി ഉണ്ടാക്കി ആൾക്കാരെ പേടിപ്പിച്ച് കൂടെ നിർത്തുക. താങ്കൾ ഒരു കാര്യം, കോലീബി സഖ്യം മറന്നു പോകരുത്. അല്ല, കോലീബി സഖ്യം അതൊക്കെ തുറന്ന പുസ്തകമാണ്, അതിനകത്ത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. രഹസ്യമായി ചിഹ്നം മാറ്റി വെച്ച് മത്സരിക്കുന്ന ഒരവസ്ഥ, അത് ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അസഹിഷ്ണുത എന്ന് പറഞ്ഞാൽ അസഹിഷ്ണുത ഈ പുരസ്കാരം തിരിച്ചു കൊടുക്കുന്നവർക്കും അതുപോലെ അതിനെ പിന്തുണയ്ക്കുന്ന ആൾക്കാർക്കും ആണ് നരേന്ദ്രമോദി അധികാരത്തിലിരിക്കുന്നതിൻ്റെ അസഹിഷ്ണുതയാണ് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മുഹമ്മദ് റിയാസ്, കാരണം എനിക്ക് ആന്റണിയുടെ ഒരു പ്രതികരണത്തിലൂടെ പോകേണ്ടതുണ്ട്. പക്ഷേ ഒരു പ്രസക്തമായ ഒരു കാര്യം ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ അദ്ദേഹം ചില കാര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് അതിനുള്ള മറുപടി അദ്ദേഹം നടത്തുകയും ചെയ്തു. അവിടെ അതിന് മറുപടി, കാരണം കോലീബി സഖ്യമൊക്കെ എന്തായാലും അതിനെക്കുറിച്ചൊക്കെ എഴുതിയ വ്യക്തിയുടെ പ്രതികരണം കൂടിയാണ് കേട്ടത്. എന്തായാലും നിങ്ങൾ പറയുന്ന വലിയ തോതിലുള്ള മുന്നേറ്റം ഉണ്ടാകുന്ന അത് ചില മേഖലകളിൽ നിന്ന്, ആ ഉദാഹരണങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് വെച്ച്. ഏത് കേന്ദ്രങ്ങളിൽ നിന്നാണ് ജനപിന്തുണ നേടുന്നത്? അത് ഇരട്ടത്താപ്പല്ലേ എന്നാണ് ചോദിക്കുന്നത്. റിയാസ്, BJP അഥവാ സംഘപരിവാർ അവർ ഉയർത്തിപ്പിടിക്കുന്ന ഈ അപകടകരമായ നയങ്ങളോട് പ്രതികരിക്കുന്നവരെ പോലും പരിഹസിക്കുകയാണ്. ഇപ്പോൾ നാസിസവും ഫാസിസവും സംഘടനാ തലത്തിലും പ്രത്യയശാസ്ത്ര ആശയ പ്രചരണത്തിലും പിന്തുടരുന്നവർ, ഒരു നുണ 1000 പേർ ഒരുപോലെ പറഞ്ഞാൽ സത്യമാണെന്ന ഹിറ്റ്ലറുടെ പ്രിയപ്പെട്ട ഗീബൽസിൻ്റെ തന്ത്രം പലപ്പോഴും പയറ്റുന്നുണ്ട്.
ആ പയറ്റലിന്റെ ഭാഗമായി ഇപ്പം നടത്തിയ പ്രചരണം കോലീബി സഖ്യത്തെക്കുറിച്ച് ശ്രീ KG മലയാറിന്റെ ആത്മകഥ ഞാനിവിടെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും അറിയാം, ഡോക്ടർ മാധവൻകുട്ടി അതുപോലെ അഡ്വക്കേറ്റ് രത്നസിംഗിനെ ബേപ്പൂർ നിയമസഭാ മണ്ഡലത്തിലും വടകര ലോക്സഭാ മണ്ഡലത്തിലും മത്സരിപ്പിച്ചത്. പക്ഷെ ഞാൻ ഒരു കാര്യം ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ഇടതുപക്ഷമാണ് നിലകൊള്ളുന്നത് എന്നുള്ളത് കൊണ്ട് ന്യൂനപക്ഷത്തെ ഒരു തെരഞ്ഞെടുപ്പിൽ മാത്രം ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമായി മതനിരപേക്ഷതയുടെ ഭീഷണി ഞാൻ കാണുന്നില്ല, ഞങ്ങൾ കാണുന്നില്ല. പക്ഷേ ന്യൂനപക്ഷത്തിൻ്റെ ആശങ്ക മാത്രമാണോ ഇടതുപക്ഷം എടുക്കുന്ന സ്റ്റാൻഡിന് പിന്തുണ കൂടാൻ കാരണമല്ല. മതനിരപേക്ഷവാദികൾ എന്ന് പറഞ്ഞാൽ രാജ്യത്തെ ഭൂരിപക്ഷവും മതവിശ്വാസികളാണ്. അതിൽ മഹാഭൂരിപക്ഷവും മതനിരപേക്ഷവാദികളാണ്. മതസൗഹാർദ്ദം, മറ്റു മതവിശ്വാസികളുമായി കൈകോർത്ത് പോകണം. അവരുടെ എല്ലാ പിന്തുണയും ഇടതുപക്ഷത്തിനുണ്ട്, കേരളത്തിൽ നല്ല നിലയിലുണ്ട്. എന്നാൽ നിങ്ങൾ എടുക്കുന്ന സമീപനം, ഇപ്പം എറണാകുളം ജില്ലയിലെ കളമശ്ശേരി നഗരസഭയിലെ 24-ാം വാർഡിൽ BJP സ്ഥാനാർത്ഥിയെ താമര ചിഹ്നത്തിൽ മത്സരിക്കുന്നത് അവരുടെ പേര് വത്സമ്മ രാജനാണ്. അവർ കഴിഞ്ഞ തവണ കോൺഗ്രസിൻ്റെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച കളമശ്ശേരി നഗരസഭയിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയതാണ്. ഇത് ഉത്തരേന്ത്യൻ മോഡൽ കോൺഗ്രസ് നേതാക്കന്മാർ തിങ്കളാഴ്ച കോൺഗ്രസ് ആകുന്നു, ചൊവ്വാഴ്ച BJP ആകുന്നു. ഇപ്പോഴത്തെ മോഡി ഗവൺമെന്റിലെ പ്രധാനപ്പെട്ട ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി ഹരിയാന കോൺഗ്രസിന് 42 കൊല്ലം നയിച്ച ആളാണ്, 5 ടേം MLA ആളാണ്, രാജ്യസഭാ അംഗമായ ആളാണ്. പിന്നെ നിങ്ങൾ പരിശോധിച്ച് നോക്കും ഓരോ സ്ഥലത്തും. അപ്പോൾ കോൺഗ്രസിന്റെ ക്രെഡിബിലിറ്റി ഒരു പ്രധാന പ്രശ്നമാണ്. ദിഗ്വിജയ് സിംഗിന്റെ പ്രസ്താവന